അനുദിനം ആയുധങ്ങൾ സംഭരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ. യുക്രൈൻ യുദ്ധം ഓരോ ദിവസവും മുന്നേറുന്ന സാഹചര്യത്തിൽ പുതിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. റഷ്യയുടെ ഈ ആയുധ സംഭരണ തന്ത്രം യുക്രൈന് മാത്രമല്ല, മറ്റ് യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങൾക്കും ഭീഷണിയായിരിക്കുകയാണ്. ഇപ്പോഴിതാ ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു മിസൈൽ സംവിധാനം കൂടി റഷ്യൻ സേനയുടെ ഭാഗമാക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ. 600 കിലോമീറ്റർ ദൂരപരിധിയിൽ വൻ പ്രഹരശേഷി ഉണ്ടാക്കുന്ന S-500 മിസൈൽ ഈ വർഷം തന്നെ സേനയുടെ ഭാഗമാക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗു. S-500 വിഭാഗത്തിൽപ്പെടുന്ന 2 തരം വ്യോമ പ്രതിരോധ മിസൈലുകളാണ് സേനയുടെ ഭാഗമാക്കുന്നത്. വളരെ ഉയരത്തിൽ വരെ എത്തി ബാലിസ്റ്റിക്, ക്രൂയിസ്, ഹൈപ്പർസോണിക് മിസൈലുകളും പോർവിമാനങ്ങളും അടക്കമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുണ്ട് S-500-ന്. ഏതാണ്ട് 600 കിലോമീറ്റർ അകലിൽ നിന്ന് വരെ ലക്ഷ്യത്തെ തകർക്കാൻ S-500-ന് സാധിക്കുമെന്നാണ് കരുതുന്നത്. അത് സത്യമാണെങ്കിൽ S-400-നേക്കാൾ 200 കിലോമീറ്റർ അധിക ശേഷി റഷ്യയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം കൈവരിക്കും. ഇതിനകം തന്നെ റഷ്യൻ സേനയ്ക്ക് ആദ്യത്തെ S-500 മിസൈൽ പ്രതിരോധ സംവിധാനം ലഭിച്ചിട്ടുണ്ട്. മോസ്കോയുടെ സംരക്ഷണ ചുമതലയുള്ള റഷ്യൻ എയറോസ്പേസ് ഫോഴ്സിനാണ് ഇത് ലഭിച്ചത്. S-500-ൻ്റെ പൈലറ്റ് രൂപമാണ് സേനയ്ക്ക് കൈമാറിയത്. പുതിയ S-500 ലോകത്തെ തന്നെ ഏറ്റവും ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ്. വളരെ ദൂരത്തുനിന്ന് തന്നെ ശത്രുക്കളുടെ ആക്രമണങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനുമുള്ള ശേഷിയാണ് S-500-ൻ്റെ പ്രത്യേകത. B-2, F-22, F-35 തുടങ്ങിയ പോർ വിമാനങ്ങളും ബഹിരാകാശത്തോട് ചേർന്ന് സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളുമെല്ലാം S-500-ൻ്റെ കാഴ്ചയിൽപ്പെടും. ഇന്ത്യയും ചൈനയും അടക്കമുള്ള റഷ്യൻ പ്രതിരോധ പങ്കാളികളായ രാജ്യങ്ങളായിരിക്കും S-500-ൻ്റെ ആദ്യ ഉപഭോക്താക്കളെന്ന് ആദ്യം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ മാറിയ യുദ്ധ സാഹചര്യത്തിൽ അത് തങ്ങളുടെ സേനയുടെ ഭാഗമാക്കി നിലനിർത്താനാണ് റഷ്യ ലക്ഷ്യമിടുന്നത്. ലോകശക്തികളെല്ലാം ഭയക്കുന്നതാണ് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-500. ഒരേ സമയം വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഭേദിക്കാനുള്ള ശേഷിയാണ് S-500 വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രധാന പ്രത്യേകതയായി എടുത്തു കാണിക്കുന്നത്.